രുദ്ര, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ? സ്വത്തിന് വേണ്ടി, ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം ബന്ധുക്കളെ ആരെങ്കിലും ഇല്ലാതാക്കാൻ നോക്കൂ? നീ ഇത് എന്തൊക്കെയാ പറയുന്നേ രുദ്ര? ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഇതൊക്കെ വിശ്വസിച്ച് പറ്റും മുത്തശ്ശി. കാരണം ഇതൊക്കെയായിരുന്നു ഇത്രയും നാളുള്ള ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ എൻ്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം സിദ്ധാർത്ഥിന്റെ അമ്മ, അതായത് ഇവളുടെ അമ്മായി. എന്നിട്ട് എവിടെയാ അമ്മായി? കാണുന്നില്ലല്ലോ. എന്റെ പൊന്നമ്മേ, ഇവർ പറയുന്നില്ല വെറും പച്ചക്കളോ. രുദ്രന് ഇതാ ഈ നിൽക്കുന്ന ഈ സാധനത്തിനോട് വലിയ ഇഷ്ടം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് വീട്ടിൽ കയറ്റാനേ അവൻ ശ്രമിക്കും. അതിനുവേണ്ടി നീ ഏത് തരം കള്ളം പറയാനും ചിലപ്പോൾ രുദ്രൻ മടിക്കില്ല. അമ്മായി, ഞങ്ങൾ ആരും കള്ളം പറഞ്ഞിട്ടില്ല. രുദ്രൻ പറഞ്ഞ സത്യം തന്നെയാ. സിദ്ധാർത്ഥിന്റെ അമ്മ ഞങ്ങൾക്കൊപ്പം വരാൻ തീരുമാനിച്ചതാ. പക്ഷെ ഞങ്ങളാ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇതൊക്കെ കേട്ട് അമ്മായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പോ സിദ്ധാർത്ഥിന്റെ അമ്മ വന്ന് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അമ്മായി അതൊക്കെ എങ്ങനെ സംസാരിക്കുന്ന ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ വരണ്ട, പിന്നീട് ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത്. അല്ല അർജുനെ, നിന്റെ സംസാരം കേട്ട തോന്നുമല്ലോ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും ഞാനാണ് കാരണക്കാരിയെന്ന്. അവൻ പറഞ്ഞത് കേട്ടിട്ട് അമ്മായിക്ക് അങ്ങനെയാണ് തോന്നിയതെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. ഹോ, ഇനി നീ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ നിനക്ക് പറയാനുള്ളത് അവന്റെ വായിന്ന് വീണു, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാം ഞാൻ ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അമ്മേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവരാരും പറയുന്നത് കള്ളമല്ല. ഇവർക്കൊപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇവരെക്കാലം എല്ലാം നന്നായിട്ട് അറിയാവുന്നത് എനിക്കായിരുന്നു. പക്ഷെ ഞാൻ സിദ്ധാർത്ഥിന്റെ വാക്കുകൾ വിശ്വസിച്ചു. ഒരു പക്ഷേ എന്റെ അത്യാഗ്രഹം ഒന്നും കൂടി പറയാം. മുത്തശ്ശി, രുദ്രനും അർജുനും പറയുന്നില്ല ശരിയാ. സിദ്ധാർത്ഥ് ഗൗരിയുടെ ആരുമല്ല. ഗൗരിയുടെ ആരുമല്ലെന്ന് പറയുമ്പോ ഒരു പക്ഷെ അവളുടെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത് പോലും അവനാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് മുത്തശ്ശി ഇവര് പറയുന്നത് വിശ്വസിക്കണം. പ്രണവേ, നീ എന്തൊക്കെ സംസാരിക്കണേ? നീ സംസാരിക്കുന്നതിനെ കുറിച്ച് വല്ല ധാരണ നിനക്കുണ്ടോ? നീ നിന്റെ കൂട്ടുകാരനെ കുറിച്ചാ ഇവർക്കൊപ്പം ചേർന്ന് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇതുവല്ല അവൻ അറിഞ്ഞ പാവം എങ്ങനെ സഹിക്കുവൊക്കെ. ഹേ, അവ ഇതൊക്കെ അറിയുന്നുള്ള കാര്യോർത്ത് അമ്മ എന്തായാലും കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട. ജയിലിനകത്ത് കിടക്കുന്ന അവനെങ്ങനെയാ ഇതൊക്കെ അറിയാൻ പോകുന്നത്? ജയിലോ? എന്റെ ദേവി, കേട്ടില്ലേ അമ്മേ? ഇവക്ക് വേണ്ടി ഇപ്പതാ ഈ രുദ്രനും അർജുനും പിന്നെ എന്റെ മോനും കൂടി പാവപ്പെട്ട പയ്യന്മാരെ വരെ ജയിലിൽ കയറ്റാൻ തുടങ്ങി. നാളെ ഇനി നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഇനി ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണോ വേണ്ടയോ എന്ന് എല്ലാം തീരുമാനിക്കാൻ പോകുന്ന ദോ ഇവളാണെന്നത്രേ. എന്റെ അമ്മായി ഒന്ന് നിർത്തിയതൊക്കെ. രുദ്രേട്ടൻ ചിലപ്പോ ചുമ്മാ പറഞ്ഞതായിരിക്കാം. മുത്തശ്ശി, രുദ്രേട്ടനും അർജുനേട്ടനും പിന്നെ പ്രണവേട്ടൻ വരെ ഇങ്ങനെ പറയുമ്പോ ഇതിന് പിന്നിൽ എന്തൊക്കെ സത്യം കാണുമെന്ന് എനിക്ക് തോന്നും. പ്രത്യേകിച്ച് നിനക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ. അല്ല ശ്രീദേവി, ഇതൊക്കെ കേട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്നു? നീ കേട്ടതല്ലേ, ഈ വീട് ഇവളെ പേരിലാണെന്നത്രേ. അതിനർത്ഥം എന്തുവാ? ഈ വീട്ടിൽ നിന്ന് നമ്മളെ എപ്പോ വേണമെങ്കിലും ഇവക്ക് വേണമെങ്കിൽ ചവിട്ടി പുറത്താക്കാം. ഇന്ന് വീട്, നാളെ നിങ്ങൾക്ക് അധികാരമുള്ള എന്തൊക്കെ ഇവളെ പേര് എഴുതി വെക്കുള്ളെന്ന് ആര് കണ്ടു? ശ്രീദേവി, നീ ഇതിവിടെ അനുവദിച്ചു കൊടുക്കരുത്. ഒരു പക്ഷേ അമ്മയെ പല കള്ളങ്ങളും പറഞ്ഞ് ഇവർക്ക് പറ്റിപ്പിക്കാൻ കഴിയും. നീ അങ്ങനെ ആവരുത് ശ്രീദേവി. നീ ഇതിന് എന്തെങ്കിലും സംസാരിച്ചു പറ്റൂ. നീ ഒന്ന് നിർത്തി സീതേ. എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഗൗരി, നീങ്ങ വന്നേ. മുത്തശ്ശി, ഞാൻ വേണ്ട, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഗൗരി, നീ അന്ന് ആദ്യം ഈ വീട്ടിൽ വന്നപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ഞാനും. പക്ഷേ നിനക്ക് പിന്നിൽ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടെന്നൊന്നും അന്ന് ഈ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും സ്വന്തം മോളെപ്പോലെ തന്നെയാ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഇപ്പോഴും പറയായിരുന്നു എൻ്റെ രുദ്രന് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന്. പക്ഷെ അറിയില്ലായിരുന്നു ആ പെൺകുട്ടി നീ തന്നെയായിരുന്നു എന്ന്. ഇന്നിപ്പോൾ നിന്നെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. ഈ മുത്തശ്ശിക്ക് ഏത് വിശ്വസിക്കണമെന്നും അറിയില്ല. പക്ഷേ എൻ്റെ രുദ്രന് നിന്നെ ഇഷ്ടമാണെന്ന് മാത്രം എനിക്കറിയാം. അതിൻ്റെ പുറത്ത് എൻ്റെ രുദ്രനോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് നിനക്കിവിടെ താമസിക്കാം. അത് അവൻ പറഞ്ഞതുപോലെ ഇത് നിന്റെ വീടായതുകൊണ്ടല്ല, എനിക്കെൻ്റെ രുദ്രൻ്റെ മനസ്സറിയാം, അതുകൊണ്ട് മാത്രം. പക്ഷെ മുത്തശ്ശി, അതെങ്ങനെ ശരിയാവും? ഇവർ പറയുന്നതിൽ എന്ത് സത്യമുണ്ടെന്ന് നമുക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞതാ ശരി ശ്രീദേവി, അല്ലാതെ ഇതിന് മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. പിന്നെ നീ പറഞ്ഞില്ലേ
നമുക്കിതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന്. അവർ പറഞ്ഞല്ലോ, ഇവളുടെ അമ്മായി, അതായത് അന്ന് വന്ന ആ സിദ്ധാർത്ഥിന്റെ അമ്മ, അവർക്കെല്ലാം അറിയാമെന്ന്. നാളെ അവരിങ്ങോട്ട് വരട്ടെ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഗൗരിക്ക് ഇവിടെ താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞത് മുമ്പത്തെ പോലെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല, എൻ്റെ കൊച്ചുമകൻ്റെ പെണ്ണായിട്ടാ, രുദ്രൻ്റെ പെണ്ണായിട്ട്. അതെല്ലാവരും ഓർത്താ നന്നായിരുന്നു. അതിനെ ആരെതിർക്കാൻ തീരുമാനിച്ചാലും അവർക്ക് ഈ വീട്ടിലും സ്ഥാനം ഉണ്ടാകില്ല, പിന്നെ എൻ്റെ മനസ്സിലും സ്ഥാനം ഉണ്ടാകില്ല. അതോർത്തു. ജീപ്പിന്റെ സൗണ്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു രുദ്രേട്ടനായിരിക്കും വന്നേന്ന്. അല്ല, ഇവളോട് എന്താ ചെയ്യുന്നേ? എന്തിനാ ഇവിടെ തിരിച്ചിങ്ങോട്ട് വന്നേ? അത് ചോദിക്കേണ്ട എന്നോടല്ല, ദോ നിൽക്കുന്നു നിന്റെ ഏട്ടൻ. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പോ എന്തോ നല്ല പോലെ സമയമാണെന്ന് തോന്നുന്നു. എങ്കിലും നിനക്കിത് എങ്ങനെ തോന്നി പ്രണവേ? നിന്റെ നിന്റെ ഒരേ ഒരു പെങ്ങളല്ലേ അവള്. നിനക്കറിയായിരുന്നല്ലോ ഇവക്ക് രുദ്രൻ എത്രമാത്രം ഇഷ്ടമായിരുന്നെന്ന്. എന്നിട്ട് നീയും കൂടി ഈ നാടത്തിന് കൂട്ടുനിന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞിത് എവിടെ കൊണ്ട് സഹിക്കും? അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടൻ എന്ത് ചെയ്തെന്നാ? ഇവളോട് തിരിച്ചെന്നാല് ഏട്ടൻ എന്ത് പങ്കുള്ളത്? ഏട്ടാ എന്തൊക്കെയാ അമ്മ പറയുന്നത്? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? മോളപ്പാറു, മോൾക്ക് ഒരിക്കൽ മുത്തശ്ശി തന്ന വാക്കായിരുന്നു രുദ്രൻ നിന്റേതാണെന്ന്. പക്ഷെ ഇന്ന് അത് മുത്തശ്ശിയായിട്ട് തിരിച്ചെടുക്ക. മോളത് മറന്നേക്ക്. ഒരുപക്ഷെ ദൈവം വിധിച്ചത് രുദ്രന് ഗൗരിയായിരിക്കും. അതുകൊണ്ട് മോളത് മറന്നു കളഞ്ഞേക്ക്. മറക്കാനോ? മുത്തശ്ശി എന്താ പറയുന്നേ? രുദ്രേട്ടൻ മുത്തശ്ശി ഇവളെന്തൊക്കെ കള്ളം പറയാ? മുത്തശ്ശി അതൊക്കെ വിശ്വസിച്ചിട്ട് എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ പാറു, മോള് മുത്തശ്ശി പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. മോള് നല്ലതിന് വേണ്ടി മുത്തശ്ശി ഇതൊക്കെ പറയുന്നേ, അല്ലാതെ മോള് വിചാരിക്കുന്ന പോലെ. മുത്തശ്ശി നിർത്ത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് എല്ലാ തെറ്റും എന്റെ തലയെ കൊണ്ട് ചാർത്തിയാൽ മതിയല്ലോ. എനിക്ക് മനസ്സിലായല്ല, ഞാനായിരുന്നു പൊട്ടി. എല്ലാരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിന് എനിക്കിത് തന്നെ കിട്ടണമായിരുന്നു. ഇത് തന്നെ. മോളെ പാറു, മോളെ നിൽക്കേ. എന്റെ കുഞ്ഞ് മനസ്സ് വിഷമിച്ച കയറിപ്പോയിരിക്കുന്നേ. എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് ഓരോ മോഹങ്ങൾ എന്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ഇപ്പോ എവിടുന്നോ കയറി വന്ന് ഇവക്ക് വേണ്ടി വാദിക്കുന്നു. പക്ഷെ അമ്മയിൽ നിന്നും ശ്രീദേവിയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണല്ലോ എനിക്ക് കിട്ടിയത്. എന്റെ മകൻ പോലും ഇവർക്കൊപ്പം ചേർന്ന് സ്വന്തം അനുജത്തിയുടെ സന്തോഷമല്ലേ ഇല്ലാതാക്കിയിരിക്കുന്നത്. നടത്തിക്കോ, എന്താന്ന് വെച്ച് നടത്തിക്കോ. പക്ഷെ ഞാനും എന്റെ കുഞ്ഞും ഒന്നിനെ കൂടെ ഉണ്ടായിരിക്കില്ല. സിതയുടെ നിക്കേ, എനിക്ക് പറയാനുള്ളതൊന്നും നീ കേക്ക്. മുത്തശ്ശി, അത് കുഴപ്പമില്ല, ഞാൻ അവരോട് സംസാരിച്ചോളാം. മുത്തശ്ശി എന്തായാലും അമ്മ പറഞ്ഞത് ഓർത്ത് വിഷമിക്കുന്നു വേണ്ട. ഇപ്പൊ എന്തായാലും മുത്തശ്ശി എടുത്ത തീരുമാനം എന്തുകൊണ്ട് ശരി. അത് എല്ലാവരും അംഗീകരിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കും ഞാൻ പറയും. എന്തായാലും ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരട്ടെ. എങ്കിൽ ശരി മോനെ, നിശ്ചയ മാളു, ഗൗരിയെ നിന്നെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഇവളുടെ അമ്മായിടുത്ത് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാൻ എന്തായാലും അവളുടെ അമ്മയെ വിളിച്ചു പറയാം മുത്തശ്ശി. എങ്കിൽ ഞാൻ അർജുൻ ഇറങ്ങ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട്. അർജുൻ ബാ. എങ്കിൽ ശരി മാളു, ഗൗരി അകത്തേക്ക് കൊണ്ടോ. മുത്തശ്ശി അവിടെ നിന്നേ. ഇതുവരെ മുത്തശ്ശി പറഞ്ഞു തരാൻ ഞാൻ കേട്ടുകൊണ്ടാ നിന്നത്. പക്ഷേ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യമല്ലേ, അന്ന് ആ സിദ്ധാർത്ഥ് എന്തൊക്കെ തെളിവുകളായിട്ട് നമ്മളെ മുന്നിൽ വന്നത്. എന്നിട്ടിപ്പോ എവിടുന്നോ എന്തൊക്കെ കഥകൾ പറഞ്ഞ് നമ്മൾ ഇവരെല്ലാരും കൂടി പറ്റിപ്പിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. മുത്തശ്ശി കൂടി അതിന് കൂട്ടു നിൽക്കുമ്പോ പാറിന്റെ കാര്യം ചിന്തിച്ചു നോക്കിയേ. അവൾ രുദ്രനെ എത്രമാത്രം സ്നേഹിച്ചാണെന്ന് മുത്തശ്ശിക്ക് അറിയാലോ. അപ്പൊ പെട്ടെന്ന് ഈ ഗൗരിക്ക് വേണ്ടി നമ്മൾ അവളെ തള്ളിക്കളയുന്നത് ശരിയാണോ മുത്തശ്ശി? അപ്പോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം അനുജന്റെ ഇഷ്ടം കണ്ടില്ലാന്ന് നടിക്കുന്നത് ശരിയാണെന്നാണോ ശ്രീദേവി നീ പറഞ്ഞു വരുന്നത്? മുത്തശ്ശി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്റെ രുദ്രന്റെ നല്ലത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെനിക്കറിയാം കുട്ടി. പക്ഷേ
രുദ്രന്റെ സന്തോഷവും ജീവിതവും എല്ലാം ഗൗരിയാണ് ശ്രീദേവി. അത് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഗൗരി ഇവിടുന്ന് പോയപ്പോ രുദ്രന്റെ മാറ്റങ്ങൾ നീയും അറിഞ്ഞതല്ലേ? എങ്ങനെയായിരുന്നു നമ്മളെ കുട്ടി? എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പോലും ഞാൻ പേടിച്ചു പോയി. ഇനി എന്തായാലും എനിക്കതിന് വയ്യ ശ്രീദേവി. എന്തൊക്കെ ആയിക്കോട്ടെ, ഇനി അവർ പറയുന്നതെല്ലാം ഒരു കള്ളമാണെങ്കിൽ തന്നെ അതങ്ങനെ ഇരുന്നോട്ടെ. എന്റെ കുഞ്ഞ് സന്തോഷിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗൗരിയെ സ്വീകരിച്ചു. എന്റെ കുഞ്ഞിന്റെ ഭാര്യയായിട്ട് ഞാൻ അവളെ സ്വീകരിച്ചു. പക്ഷെ മുത്തശ്ശി, ഇതൊക്കെ ശരിയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും രുദ്രയുടെ ജീവിതം ഇങ്ങനെ തീർക്കാനുള്ളതാണോ? നമ്മള് നമ്മൾ മറ്റുള്ളവർ മുന്നിൽ എന്ത് പറയും? പെട്ടെന്നൊരു സുപ്രഭാതി കൈലാസത്തിലെ വേലക്കാരിയായിരുന്നവള് കൈലാസത്തിലെ രുദ്രന്റെ ഭാര്യയാകുന്നു എന്ന് പറയുമ്പോ അവർ നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ഉത്തരം പറയും? ഇവർ പറഞ്ഞ ഈ കഥകളോ? അവരൊരു പക്ഷെ പറയായിരിക്കും ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കീറി മുറിക്കേണ്ടതല്ല എന്റെ അനുജന്റെ ജീവിതം. എങ്കിൽ നിനക്ക് അവിടെ തെറ്റി ശ്രീദേവി. മറ്റുള്ളവരല്ല നിന്റെ അനുജന്റെ ജീവിതം വിലയിരുത്തേണ്ടത്, അതവനാ. പിന്നെ അവന് ഇഷ്ടമുള്ളവരും. അതുകൊണ്ടാ എന്റെ കുഞ്ഞിനെ മനസ്സിലാക്കി ഞാൻ ഈ കാര്യങ്ങൾക്ക് അവൻ്റെ ഒപ്പം നിൽക്കുന്നത്. നീയും മനസ്സിലാക്കണം ശ്രീദേവി. കാരണം ഈ കുടുംബത്തില് നിന്നെ അവനെക്കാളും മറ്റൊരാളും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മുത്തശ്ശി, രുദ്രന് ഒരു പക്ഷെ ഗൗരി ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷെ ഗൗരി രുദ്രനോട് കാണിക്കുന്നതല്ല ഒരു നാടകമാണെങ്കിൽ, ഒരു അഭിനയമാണെങ്കിൽ അതും അനുഭവിക്കാൻ പോകുന്നത് രുദ്രൻ തന്നെയല്ലേ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഗൗരി രുദ്രനോട് കാണിക്കുന്ന ഈ സ്നേഹല യാഥാർത്ഥ്യമാണെന്ന്? അത് തീരുമാനിക്കേണ്ടത് നീയോ ഞാനോ ആരുമല്ല ശ്രീദേവി, അവൻ തന്നെയാ. നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രം. എന്തായാലും അവന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം. പിന്നെ മോളെ, ഒരു കാര്യം നീ ഓർത്തോ, നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാ. മുത്തശ്ശി ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്നിരുന്നാലും ഗൗരി എങ്ങനെയാ മുത്തശ്ശിക്ക് എല്ലാം മറന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞത്? എന്നെക്കൊണ്ട് അതിന് കഴിയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ രുദ്രനെ ഒരിക്കലും വീണ്ടും അതുപോലെ കാണാൻ ആഗ്രഹമില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാറു മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഏട്ടൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ നീ ഒന്ന് കേൾക്കാദ്യം. ഏട്ടൻ എന്താ പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ദയവ് ചെയ്ത് ഏട്ടൻ ഒന്ന് പോയേ. എനിക്കറിയാം പാറു, ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നീ അത് മനസ്സിലാക്കില്ല. പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തത് നിന്നെ നല്ലതിന് വേണ്ടിയാ. ഇന്നൊരു പക്ഷെ നീ അതോർത്ത് കരയുന്നുണ്ടെങ്കിലും നാളൊരു കാലത്ത് നിനക്ക് അതോർത്ത് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അതിനു വേണ്ടിയാ ഈ ഏട്ട ഇതെല്ലാം ചെയ്തേ. എനിക്ക് വേണ്ടിയോ? എന്റെ സന്തോഷത്തിന് വേണ്ടിയോ? എന്നിട്ട് പിന്നെ സന്തോഷിക്കുകയാണോ ഏട്ടാ? നോക്ക്, എന്റെ അവസ്ഥ നോക്ക്. ഞാനിപ്പോ സന്തോഷിച്ചോണ്ടിരിക്കണോ? ഏട്ടന് നന്നായിട്ട് അറിയാം എനിക്ക് രുദ്രനെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന്. സമ്മതിച്ചു, എനിക്കറിയാം നിനക്ക് രുദ്രനെ എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന്. പക്ഷെ പാറു, നീ ഒരു വട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതുപോലൊരു ഇഷ്ടം രുദ്രൻ നിന്നോടുണ്ടായിരിക്കുമെന്ന്? അങ്ങനെ എപ്പോഴും രുദ്രൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അവൻ സ്നേഹിച്ചത് ഗൗരിയെയാ. ഗൗരി ഒന്ന് നിർത്തായി പേര് പറയുന്ന പോലും. എനിക്കിത് കേൾക്കുമ്പോ ദേഷ്യ വരുന്നേ. അവളാ ഇതിനെല്ലാത്തിനും കാരണം. ഒരുപക്ഷെ രുദ്രേട്ടന്റെ എന്റെ ജീവിതത്തിനിടയിൽ അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അവിടെ നിനക്ക് തെറ്റുപറ്റിയത് പാറു. ഒരുപക്ഷെ ഗൗരി നിങ്ങളുടെ ജീവിതത്തിനിടയിൽ വന്നില്ലെങ്കിൽ പോലും രുദ്രൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് ഇതുവരെ അവ ആർക്കും കൊടുത്തിട്ടില്ല. പലപ്പോഴായി അമ്മയും മുത്തശ്ശിയും ശ്രീദേവി ചേച്ചിയും ആ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. അവൻ നിന്നെ എന്നും മാളുവിനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഉറപ്പാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും രുദ്രൻ നിന്നെ വിവാഹം കഴിക്കില്ലെന്ന്. പക്ഷെ ആ സമയത്ത് ഓരോ വാശിപ്പുറത്തും നിന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടും കൂടുതലൊന്നും ചിന്തിക്കാൻ ഞാനും അമ്മയോ തയ്യാറായില്ല. അമ്മ ഇപ്പോഴും മക്കളുടെ നല്ലതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയും പ്രവർത്തിക്കേണ്ടി വരുന്നത്. പക്ഷെ പാറു, നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി രുദ്രൻ നിന്നെ വിവാഹം കഴിച്ചുവെങ്കിലും ഒരിക്കലെങ്കിലും ആ വ്യക്തിക്ക് സ്വന്തം മനസ്സ് തുറന്ന് നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പാറു? അത് ഞാൻ ഒരുപക്ഷെ
ഒരുപക്ഷെ ഞാൻ രുദ്രേട്ടനെ മാറ്റിയെടുത്തേനെ. എന്നെ എന്നെ സ്നേഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഞാൻ രുദ്രേട്ടന് ഇഷ്ടമായ രീതിയിൽ എല്ലാം ചെയ്യുമായിരുന്നു. അതെ, രുദ്രേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഞാൻ എല്ലാം ചെയ്യും. അപ്പൊ പിന്നെ രുദ്രേട്ടനെ സ്നേഹിക്കില്ലേ? അതെ, സ്നേഹിക്കുമായിരുന്നു. ഉറപ്പായിട്ട് സ്നേഹിക്കുമായിരുന്നു. അവിടെ നിനക്കൊരു ഉറപ്പില്ല. അതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളതും പാറു. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആരെയും നിർബന്ധിച്ച് നേടാനൊന്നല്ല. അത് പരസ്പരം രണ്ടുപേർക്കിടയിൽ തോന്നുന്നതാ. അത് നിന്റെ രുദ്രന്റെ കാര്യത്തില് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയില്ല. അത് മനസ്സിലായതുകൊണ്ടാണ് മോളെ നീ നല്ലതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ നിനക്ക് തോന്നും പെട്ടെന്ന് ഏട്ടന് എന്താ ഇങ്ങനെ മാറ്റം സംഭവിച്ചെന്ന്. പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ തന്നെയാ. പക്ഷെ ആ മാറ്റം ഞാൻ സ്നേഹിക്കുന്നവർക്ക് കൂടി നല്ലതാണെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ മാറുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ഏട്ടൻ നിന്റെ മുന്നിൽ ഒരു കുറ്റക്കാരനായിരിക്കാം, പക്ഷെ നാളെ നീ ഇത് ഓർക്കുമ്പോൾ നീ തന്നെ പറയും ഏട്ടനൊന്ന് ചെയ്തതായിരുന്നു ശരിയെന്ന്. പക്ഷെ പക്ഷെ ഏട്ടാ, എന്നെ കൊണ്ട് രുദ്രേട്ടനെ മറക്കാൻ കഴിയൂ? പറ്റില്ല, ഒരിക്കലും അതിന് എന്നെ കൊണ്ട് പറ്റില്ല. ഏട്ടൻ പറഞ്ഞതെല്ലാം ശരിയാ. രുദ്രേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കുകയില്ല. എന്നിരുന്നാലും ഞാൻ എങ്ങനെ എന്റെ രുദ്രേട്ടനെ മറക്കും? അതിനെനിക്ക് കഴിയുമേട്ടാ. കഴിയണം പാറു. എന്നിരുന്നാലേ നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. അല്ലാതെ നിന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടി നിന്റെ ജീവിതം കളയാനുള്ളതല്ല. പിന്നെ പ്രാർത്ഥിക്കാം അയാൾക്കെന്ന് നല്ലത് വരണേന്ന്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം നമ്മൾ സ്നേഹിച്ച വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനവും. എന്താ എന്റെ മനസ്സ് പറയുന്നേ? പ്രണവ് പറയുന്നത് ശരിയെന്ന്. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പാറുവിന്റെയും രുദ്രന്റെ വിവാഹം കഴിഞ്ഞുവെങ്കിൽ, അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇത്രയും കണ്ട് കഷ്ടപ്പെട്ടത്? ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയോ? അതെ, ഈ സ്വത്തുക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിന് പ്രാധാന്യം നൽകിയില്ലേ? അവളുടെ സന്തോഷത്തിനപ്പുറം ഞാൻ കണ്ടതും ആഗ്രഹിച്ചതല്ല ഈ സ്വത്തുക്കൾ നേടണമെന്നായിരുന്നോ? അയ്യോ, ശ്ശേ, രുദ്രേട്ടാ, ഞാൻ പേടിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ ഇതെന്താ കാണിക്കുന്നേ? മാള് ഇത് കണ്ടോണ്ടെന്നാ അവൾ എന്താ വിചാരിക്കാം? വിടാനാ പറഞ്ഞേ. അങ്ങനെ പെട്ടെന്ന് വിടാൻ വല്ല ഉദ്ദേശമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനങ്ങനെ തെറ്റൊന്നുമില്ലല്ലോ ചെയ്യുന്നത്. ഞാൻ എന്റെ പെണ്ണിനതാ ഇതുപോലെ അങ്ങനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുന്നല്ലേ ഉള്ളൂ. അതിപ്പോ മാള് കണ്ടോണ്ട് വന്നത് തന്നെ എന്ത് കുഴപ്പമുള്ളത്? എന്റെ ദൈവമേ, വന്ന് വന്ന് ഈ മനുഷ്യനോട് എന്ത് പറഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല. അല്ല രുദ്രേട്ടാ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ കരുതി ഇവിടെ വന്നിട്ട് ചോദിക്കാന്ന്. രുദ്രേട്ടന് എന്നോട് കൂടുതലൊന്നും ചോദിക്കാനില്ല. അതായത് അമ്മായി പറഞ്ഞാണല്ലോ, രുദ്രേട്ടൻ കേട്ടതല്ല. അപ്പോ അതിലുപരി എന്നോട് നടന്നതിനെ കുറിച്ചൊന്നും ചോദിക്കണമെന്ന് രുദ്രേട്ടന് തോന്നില്ല? ആരാ പറഞ്ഞ് ചോദിക്കുകയില്ലെന്ന്? ഉണ്ട്. ഇത്രയും ദിവസം ഇവിടുന്ന് അവിടെ പോയി നിന്നപ്പോ ആ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെ വാക്കുകൊണ്ടോ അതല്ല എന്തെങ്കിലും പ്രവർത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ മാത്രമല്ല, അവന്റെ അച്ഛനും ചേട്ടനും അവളിൽ ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരി, അത് നീ എന്നോട് പറ. അതിന്റെ 10 ഇരട്ടി എനിക്ക് അവർക്ക് കൊടുക്കാനാ. നിങ്ങളത് എന്തൊക്കെയാ ചോദിക്കുന്ന രുദ്രേട്ടാ? ഞാൻ പറഞ്ഞതെന്താ? നിങ്ങൾ ചോദിക്കുന്നത് എന്താ? എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഞാൻ കരുതി സിദ്ധാർത്ഥ പറഞ്ഞ കാര്യങ്ങളല്ല നിങ്ങൾ വിശ്വസിക്കുമെന്ന്, നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരിക്കുമെന്ന്. ഒരിക്കലും നിങ്ങൾ എന്നെ തിരക്കി വരില്ലെന്ന്. നിങ്ങൾക്കറിയാമോ, അവിടെ കഴിയുന്ന ഓരോ ദിവസം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. രുദ്രേട്ട ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ പിറ്റേന്ന് വരും. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ വെറുക്കുകയാ, നിങ്ങൾ ഒരിക്കലും എന്നെ തേടി വരില്ല എന്നൊരു1000 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമ്പോൾ നിങ്ങളിവിടെ എല്ലാവരുടെയും വാക്കുകളെ എതിർത്തുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു, എന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. കാരണപ്പോ എന്തിനാ രുദ്രേട്ടാ, എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ? കാരണം എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നു ഗൗരി. എനിക്കറിയില്ല ആരാ സത്യം പറയുന്നതെന്ന് കള്ളം പറയുന്നതെന്നും. പക്ഷെ ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചതൊന്നു മാത്രം, നിന്നെ കണ്ടെത്തണമെന്ന്. അതേ ഗൗരി, നിന്നെ കണ്ടെത്തണമെന്ന് മാത്രം. ഇനി ഒരു പക്ഷെ നിന്നെ കണ്ടെത്തുമ്പോ അവൻ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നതെങ്കിൽ അതൊരിക്കലും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാൽ നിന്നെ നിന്നെ എൻ്റെ ഒപ്പം കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ
ഞാൻ തയ്യാറായിരുന്നു ഗൗരി. ഒരുപക്ഷെ ഞാൻ ആര് കാല് പിടിക്കണമെങ്കിലും ഞാൻ തയ്യാറായിരുന്നു. കാരണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗൗരി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ നീ തന്നെ ആയിരിക്കാം എന്നെ ഇങ്ങനെയൊക്കെ തീർത്തിട്ടുണ്ടാവാ. പക്ഷെ ഞാൻ അതിൽ ഒരിക്കലും വിഷമിക്കുന്നതുമില്ല. കാരണം അതാ സത്യം. നീ അല്ലെങ്കിൽ ഞാനില്ല ഗൗരി, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാ ഇനി എന്നെ വിട്ട് പോരുത്. ഒരിക്കലും ഒരിക്കലും ഇനി എന്നെ വിട്ട് പോരുത്. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ രുദ്രൻ പിന്നെ ഉണ്ടാകില്ല. എന്താ രുദ്രേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഞാൻ രുദ്രേട്ടനെ വിട്ട് പോകുന്നു? ഒരിക്കലുമല്ല, ഒരിക്കലും. എങ്ങനെയാ രുദ്രേട്ട ഈ ഗൗരിക്ക് രുദ്രേട്ടനെ വിട്ട് പോകാൻ പറ്റുന്നത്? എന്റെ ജീവനും എല്ലാം നിങ്ങളല്ലേ. അപ്പോ നിങ്ങളെ വിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഒരിക്കലില്ല രുദ്രേട്ട, ഒരിക്കലുമില്ല. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രമാത്രം എനിക്ക് നിങ്ങളെ ഇഷ്ടം, അത്രമാത്രം. അല്ല, നമുക്ക് അകത്തേക്ക് വരാമോ? അല്ല, നീയോ? നീ എന്താ അവിടുത്തെ എന്തിരിക്കുന്നെ? അകത്തേക്ക് വാ. ഇത് നിന്റെ മുറിയല്ലേ? ഹാ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതാരെ മുറിയാണെന്ന്. എന്തായാലും ഏട്ടൻ അറിയില്ലെന്ന് വേണ്ട. മുത്തശ്ശി നേരത്തെ എന്നെ വിളിച്ചത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ. എന്തെന്ന് വെച്ചാ, നമ്മളെ ഗൗരി ഇപ്പോ ഏട്ടന്റെ പെണ്ണാണല്ലോ വീട്ടിലെല്ലാരും മുന്നിലും. ഇനി പലരും അത് അംഗീകരിച്ചില്ലെങ്കിലും ഒരു നാൾ എന്തായാലും അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോ മുത്തശ്ശിനോട് പറഞ്ഞെന്തെന്ന് വെച്ചാ, ഇനി ഇവരെ കല്യാണം ഉറപ്പിക്കുന്നവരെ ഇവര് രണ്ടുപേരും അധികം ഒന്നും അടുക്കാതെ നോക്കണേ മോളെ മാളു എന്ന. അതിന്റെ അർത്ഥം നിങ്ങൾ തമ്മിതാ ഇപ്പൊ നിൽക്കുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കുറച്ചങ്ങോട്ട് ആ ഇത്ര ദൂരത്തിൽ ഇങ്ങനെ നിൽക്കണമെന്നാ മുത്തശ്ശി പറഞ്ഞേ. അതുകൊണ്ട് ഏട്ടൻ നേരെ സ്ഥലം കാര്യാക്കി. ഓ പിന്നെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞൊന്നും കാണത്തില്ല. എനിക്കറിയാം എന്റെ മുത്തശ്ശി ഇവിടെ ചുമ്മാ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി. ആണോ? എങ്കിൽ ശരി, ഏട്ടൻ പോയി മുത്തശ്ശിയുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചോ. അപ്പൊ അറിയാലോ എന്താ സംഭവം. പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് നേരിട്ട് ചോദിക്കുമ്പോ ഒരു കാര്യം കൂടി ഓർത്തിരുന്ന നല്ലത്. ഇപ്പൊ ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ചിലപ്പോ ഡയറക്റ്റ് പോയി ചോദിച്ചു കഴിഞ്ഞാ രണ്ടുപേരും എന്നും രണ്ടു മുറി തന്നെ ആയിരിക്കും. അതോർത്തോ. ഹേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്റെ അനുജത്തെ വിശ്വാസം. ഞാൻ പിന്നെ ചുമ്മാ എങ്കിൽ ഞാൻ പോവാം. ഗൗരി പോണേ. ആ എങ്കിൽ ശരി, ഏട്ടൻ വയ്ക്കോ. പിന്നെ ഏട്ടനോട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നീയും കൂടി കേക്കാനാ. കേട്ടോ നാത്തൂനെ? ഈ രാത്രിയിലെ കുറെ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മുമ്പ്, അതൊക്കെ നിർത്തിയേക്കണം. അല്ല ഇനി മുത്തശ്ശി വല്ലതും പിടിച്ചാലേ കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാ. പിന്നെ ഇനി ഏട്ടനെ കണ്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ രാത്രി തൊട്ടടുത്ത് എടുക്കുന്നത് മാളുമല്ല രുദ്രനാണെന്ന് വിചാരിച്ചാലും മതി. അപ്പൊ വിഷയം തീരുമല്ലോ. ഷേ, ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നേ? ദേ, എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും കേട്ടോ. ഓഹോ, അപ്പൊ വന്ന് കേറിയപ്പോ തന്നെ നാത്തൂൻ ഭരണം തുടങ്ങിയല്ലേ? എന്താ അങ്ങനെ നാത്തൂൻ ഭരണം പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലേ. അടിയൻ എന്ത് വേണമെങ്കിലും കേട്ടോടെ നിന്നോളാമേ. നിനക്കെന്താടി, പ്രാന്ത് വല്ലോ ആയോ? ചുമ്മാ കിടന്ന് എന്തെങ്കിലും പറയാ. പ്രാന്തല്ലടി, സന്തോഷ. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഏട്ട ഇതുപോലെ സന്തോഷിക്കുന്നത് ഞാൻ കാണുന്നത്. അന്ന് നീ ഇവിടുന്ന് പോയപ്പോ നിനക്കറിയില്ല ഈ പോയ രുദ്രൻ എങ്ങനെയായി തീർന്നു എന്ന്. പലപ്പോഴും ഞാൻ കരുതി എൻ്റെ ഏട്ടനെ എനിക്ക് എന്നേക്കുമാണ് നഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഇപ്പൊ നീ വന്നില്ലേ, ഇനി എല്ലാം ശരിയാവും. എന്തായാലും മുത്തശ്ശി നിങ്ങളെ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ളത് ശ്രീദേവി ചേച്ചിയാ. അതും എനിക്ക് ഉറപ്പാ, ചേച്ചി സമ്മതിക്കും. അല്ല ശ്രീദേവി ടീച്ചർ, 2 ദിവസം കൊണ്ട് ടീച്ചർ സ്കൂളിലൊന്നും വരുന്നില്ലായിരുന്നല്ലോ, എന്തു പറ്റി? ഓ അത് കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, അതുകൊണ്ടായിരുന്നു 2 ദിവസം ലീവ് എടുത്തത്. ആ, സീന മിസ് പറയുന്ന കേട്ടു രുദ്രൻ്റെ വിവാഹമൊക്കെ ആയിരുന്നത്ര. പെൺകുട്ടിയെയും പരിചയമുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. ഓ, അപ്പം അതായിരുന്നു അല്ലേ? അല്ല മിസ്, അന്ന് കാർത്തിക് സാറിൻ്റെ വീട്ടിൽ വെച്ച് നടന്നത് അത് മിസ് വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയല്ല. അവിടെ സോറി ലിസ, അതിനെക്കുറിച്ചാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഞാനാണ് തെറ്റുകാരി. ഞാൻ പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിൻ്റെ പേര് അങ്ങോട്ട് കയറുമെന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ വാതിലെങ്കിലും ഒന്ന് നോക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല.
അത് നിങ്ങൾക്കിടയിലുള്ള കാര്യമല്ലേ. അത് അത് എന്നോട് പറയുന്നതിനാ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. മിസ് എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംസാരിച്ചത് മിസ്സിനെ കുറിച്ചായിരുന്നു. സാറിന് വയ്യാത്തോണ്ട് സാറിനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ അന്ന് വീട്ടിലേക്ക് പോയിരുന്നത്. അതിനോടൊപ്പം എൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം തുറന്നു പറയുക. പക്ഷേ മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ ആളെൻ്റെ മുഖത്ത് നോക്കിയൊരു ഉത്തരം പറഞ്ഞു. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും അയാൾക്കൊപ്പം മാത്രമായിരിക്കുമെന്ന്. ആദ്യം ഞാൻ കരുതി എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമെന്ന്. പക്ഷെ പിന്നീട് പേര് പോലും പറയാതെ ആ വ്യക്തിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അതിലുപരി ആ വ്യക്തിയോട് സാറിനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എന്തോ സാർ പറഞ്ഞ സത്യമാണെന്ന് തോന്നി. സാറിന് ജീവിക്കുകയാണെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിലും ആ വ്യക്തിയോടൊപ്പം മാത്രമായിരിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊന്നുണ്ട്. സാർ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്താ അത് മനസ്സിലാക്കാത്തതെന്ന്. അത് പിന്നെ ഞാൻ അല്ല, ലിസി എന്തിനാ എന്നോട് ഈ കാര്യമൊക്കെ പറയുന്നേ? അത് പിന്നെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥയായി നിൽക്കുന്നത് ടീച്ചറാണെന്ന് എനിക്ക് തോന്നി. അതിനെ എന്തൊക്കെ പറഞ്ഞ് മറയ്ക്കാൻ നോക്കിയാലും ടീച്ചറിനും അറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്നാലും എനിക്കറിയില്ല ടീച്ചർ എന്തിനാ കാർത്തിക് സാറിൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കുന്നത്. ടീച്ചറിനറിയാമോ, ഈ ലോകത്ത് നമ്മൾ സ്നേഹിക്കാനും നമ്മളെ കൂടെ ഉണ്ടാകാനും ഒരുപാട് പേരാണ്. പക്ഷേ അങ്ങനെ കാണുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാം യാഥാർത്ഥ്യമാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ കാണൂ. അതിലൊരാൾ കാർത്തിക് സാർ ടീച്ചറിൻ്റെ ലൈഫിൽ. കാർത്തിക് സാർ ടീച്ചറിനെ സ്നേഹിക്കുന്നത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് ഏതാനും വാക്കുകളിലൂടെ മനസ്സിലായി. ടീച്ചർ അതെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇത് ടീച്ചറിൻ്റെ ലൈഫാണ്. ടീച്ചറാ തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ എടുക്കുന്ന തീരുമാനം ടീച്ചറിന് തന്നെ നല്ലതായിരിക്കണം. അല്ലല്ലേ സാർ? കാർത്തിക് സാർ ഇന്ന് വന്നിട്ടില്ലല്ലോ. സീമ മിസ് പറയുന്ന കേട്ടു 2-3 ദിവസമായിട്ട് ആള് വരുന്നില്ല എന്ന്. എന്താണെന്ന് വല്ലതും ലിസിയോട് പറഞ്ഞിരുന്നോ? പറഞ്ഞത് എന്താണെന്ന് ഞാൻ മാത്രമല്ലല്ലോ ടീച്ചറും കേട്ടതല്ലേ. അന്ന് അവിടെ വെച്ച് ടീച്ചറല്ലേ പറഞ്ഞത്. എന്നെ ശല്യപ്പെടുത്തുന്നതിനാ എൻ്റെ ഇത് തന്നെ ഒന്ന് പോയി തന്നൂടെ. അപ്പോൾ ടീച്ചർ പറഞ്ഞത് പാലിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ലിസ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് സ്വന്തം ജോലി ഉപേക്ഷിച്ച് പോകേണ്ട എന്താവശ്യമുള്ളത്? ലിസ, നീ നീ കാർത്തികിനോട് സംസാരിക്ക്. യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത് ഞാനല്ല ടീച്ചർ, അത് ടീച്ചറാ. പിന്നെ ടീച്ചർ എന്തിനെതിരെ പേടിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത്? ടീച്ചർ ആഗ്രഹിച്ചത് എന്താണോ അതല്ലേ കാർത്തിക് സാർ ചെയ്ത് കാണിച്ചത്. പേടിയോ? എനിക്കെന്തിനാ പേടി? ഞാനെന്തിനാ സങ്കടപ്പെടുന്നേ? ആ ലിസിക്ക് തോന്നുന്നതായിരിക്കും. എങ്കിൽ ശരി, എനിക്ക് ക്ലാസ് തുടങ്ങേണ്ട സമയമായി, ഞാൻ പോവാ. എനിക്കില്ല. കാർത്തിക് പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് രുദ്രൻ എന്നോട് പറയില്ലേ? പക്ഷേ രുദ്രൻ്റെയും ഗൗരിയുടെയും വിവാഹത്തിന് മുത്തശ്ശി സമ്മതിച്ച ശേഷം ഞാൻ പിന്നെ രുദ്രനോട് അധികം സംസാരിക്കുക പോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അറിയാതിരുന്നത്. പക്ഷേ എന്തിന് എന്തിനാ കാർത്തിക് പോയത്? എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിത് എന്തൊക്കെയാ പറയുന്നേ? പോകാനല്ലേ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ ഞാൻ എന്തിനാ അതോർത്ത് സങ്കടപ്പെടുന്നേ? അതെ, പോകുന്നവരൊക്കെ പോകട്ടെ. അതാ നല്ലത്. അതാ അതാ നല്ലത്. എനിക്കറിയാം ടീച്ചർ, ഇപ്പൊ ടീച്ചർ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷേ സ്വന്തം ഫീലിങ്സ് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ മറ്റാരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്താലോ എത്ര തവണ നമ്മളോട് പറഞ്ഞല്ലോ നമുക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. ടീച്ചറിൻ്റെ മനസ്സിലാ ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്തൊക്കെ കൊണ്ട് ടീച്ചർ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇനിയില്ല. കാരണം ഇനി ടീച്ചറിന് അതിനെ കൊണ്ട് കഴിയില്ല. അതെനിക്ക് ഇന്നോടെ മനസ്സിലായി. അതെ കാർത്തിക് സാറേ, നിങ്ങളെ കഷ്ടപ്പാടൊക്കെ തീരാറായി. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആള് നിങ്ങളെ സ്നേഹിക്കും, അതെനിക്ക് ഉറപ്പാ. ഗൗരി, നീ അവിടെ നിന്നേ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ചേച്ചി? വേറൊന്നുമല്ല, നിൻ്റെയും രുദ്രൻ്റെയും കാര്യം തന്നെയാണ്. നിൻ്റെ അമ്മായി വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി സിദ്ധാർത്ഥ പറഞ്ഞത് കള്ളമായിരുന്നെന്ന്. അതുപോലെ തന്നെ ഈ വീട്ടിലെ ഒരു വേലക്കാരായി ജീവിക്കാനുള്ള ആളും അല്ലായിരുന്നു നീ എന്ന്. പക്ഷെ ഗൗരി, എനിക്കതൊന്നുമല്ല അറിയേണ്ടത്.
എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം. ഈ കാണിക്കുന്ന പോലെ നീ യഥാർത്ഥത്തിലല്ലേ എൻ്റെ അനുജനെ സ്നേഹിക്കുന്നത്? ഒരു പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിനക്കൊരു തമാശയായിട്ട് തോന്നാം, അതല്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നാം. എന്നിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. നീ എൻ്റെ അനുജനെ യഥാർത്ഥത്തിൽ തന്നെയാണ് സ്നേഹിക്കുന്നത് ഗൗരി. എനിക്കറിയില്ല ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചതെന്ന്. പക്ഷേ എനിക്കൊരൊറ്റ ഉത്തരേ പറയാനുള്ളൂ. എനിക്ക് ചേച്ചിയുടെ അനുജനെ ഒരുപാട് ഇഷ്ടം. അതിപ്പോൾ എങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് രുദ്രേട്ടനെ ഒരുപാട് ഇഷ്ടം. എൻ്റെ ജീവനും ജീവിതവും എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറുമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നവരെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതായത് ഈ കുടുംബത്തിലുള്ള ആരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് മുത്തശ്ശി കല്യാണക്കാര്യം പറഞ്ഞിട്ട് പോലും രുദ്രേട്ടനും ഞാനും അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചേച്ചി പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. എല്ലാവരെക്കാളും രുദ്രേട്ട ആഗ്രഹിക്കുന്നതും ചേച്ചിയുടെ സമ്മതം തന്നെയാണ്. പുറത്തെങ്ങനെ കാണിച്ചാലും ചേച്ചിക്കറിയാലോ ഉള്ളിൽ എന്താണ് രുദ്രേട്ടൻ ചിന്തിക്കുന്നതെന്ന്. എന്നെക്കാൾ നന്നായിട്ട് രുദ്രേട്ടൻ്റെ ആഗ്രഹവും ചേച്ചിയുടെ സന്തോഷവും. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എൻ്റെ ആഗ്രഹത്തിൻ്റെ സന്തോഷത്തിനാണ് നിങ്ങൾ രണ്ടുപേരും വില വയ്ക്കുന്നതെന്ന്. അതായത് ഞാൻ സമ്മതിക്കാത്തടത്തോളം കാലം നിങ്ങളുടെ കല്യാണം നടക്കില്ല എന്നൊരു കാര്യം നീ കേട്ടോ ഗൗരി. നീ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ ഇവിടെ താമസിക്കുന്നത് തന്നെ എൻ്റെ സന്തോഷം ഇല്ലാതാക്കുന്നതിന് തുല്യ. അങ്ങനെയാണെങ്കിൽ നീ ഈ കൈലാസത്തിൽ നിന്ന് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ? അത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ രുദ്രേട്ടനെ പിരിഞ്ഞ് അതെനിക്ക് പറ്റില്ല ചേച്ചി. അതിനെന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ രുദ്രേട്ടന് വാക്ക് കൊടുത്തതാ ഇനി ഒരിക്കലും രുദ്രേട്ടനെ ഒറ്റയ്ക്കാക്കില്ലെന്ന്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ഞാൻ അത് ചെയ്യാ? ചേച്ചി മറ്റെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ രുദ്രേട്ടനെ വിട്ട് പോകാനോ രുദ്രേട്ടനെ മറക്കാനോ അതിനെന്നെ കൊണ്ട് കഴിയില്ല ചേച്ചി. അങ്ങനെയാണല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ സന്തോഷങ്ങൾക്ക് നീ വില നൽകുന്നില്ലല്ലോ. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ നീ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ പോവാന്ന് പറയില്ലായിരുന്നോ? ഇപ്പോ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നീ കരയണോ? ഗൗരി ചുമ്മാ പറഞ്ഞതാ. യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിച്ച ഉത്തരം തന്നെയാ നീ എനിക്ക് നൽകിയത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും എൻ്റെ അനുജനോട് നീ പോകാൻ പാടില്ലെന്നൊരു ഉറപ്പ് അതെനിക്ക് വേണം ഗൗരി. അത് മതി. ബാക്കി എന്തിനു ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ. പിന്നെ ഇന്ന് തന്നെ അവർക്കൊപ്പം ഗുരുവായൂരുള്ള കല്യാണത്തിന് ഞാൻ പോകാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് നിന്നോട് കുറച്ച് തനിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു ക്ഷമ ചോദിക്കണമെന്നുണ്ട്. അതൊറ്റയ്ക്കാണെന്ന് നല്ലതെന്ന് തോന്നി. അതാ അവർക്കൊപ്പം കല്യാണത്തിന് പോകാതെ നിന്നോടൊപ്പം നിൽക്കാമെന്ന് വിചാരിച്ചത്. ഗൗരി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. അതുകൊണ്ട് എന്നെ നാത്തൂനായി നിനക്ക് കണ്ടുകൂടെ ഇനി മുതൽ? ചേച്ചി എന്താ പറഞ്ഞേ? നാത്തൂനായിട്ട്? ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം ചേച്ചി ഞാനും രുദ്രേട്ടനും തമ്മിലുള്ള ബന്ധത്തിന് സമ്മതിച്ചെന്നല്ലേ? ചേച്ചി സത്യമല്ലേ പറയുന്നത്? അതെ, ഞാൻ സത്യം പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ കുറച്ചും കൂടി മുൻപേ സമ്മതിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ആ സമയത്ത് ഓരോരുത്തരുടെ വാക്കൊക്കെ കേട്ട് ഞാൻ പലതും തെറ്റിദ്ധരിക്കുകയെന്ന് ചെയ്ത്. പക്ഷെ മുത്തശ്ശി പോലും എന്നോട് ഞാൻ എൻ്റെ അനുജനെ മനസ്സിലാക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം എവിടെയൊക്കെ എന്തോ തെറ്റുപറ്റിയതുപോലെ എനിക്ക് തോന്നി. അതാ താമസിച്ചു പോയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും പൊറുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിൻ്റെ ഒപ്പം രുദ്രൻ്റെ ഒപ്പം എന്നും ഈ ചേച്ചി കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം. എന്തോ ചേച്ചി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സ്വപ്നം പോലെയൊക്കെ തോന്നുന്നു. എന്തായാലും ഞാൻ രുദ്രേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറയട്ടെ. ഒരുപാട് സന്തോഷമാണ് രുദ്രേട്ടന്. എന്തായാലും ഇപ്പം ആരെയും വിളിച്ചറിയിപ്പിക്കണ്ട. മുത്തശ്ശിയും ആളും എല്ലാം കല്യാണം കഴിഞ്ഞ് വരട്ടെ, അപ്പം അവരോട് പറയാം. പിന്നെ രുദ്രൻ്റെ കാര്യം, രുദ്രൻ എന്തായാലും ജോലി കഴിഞ്ഞ് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം പറയാം. അത് മതി. നേരിട്ട് പറയുന്നതാ കുറച്ചും കൂടി നല്ലത്. അല്ല, പറഞ്ഞ നാവെടുത്തില്ല. ഇതാ കോണുമ്പളി കേൾക്കുന്നുണ്ടല്ലോ, രുദ്രനായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പം നേരത്തെ അല്ലേ വരുന്നത്. ആർക്ക് വേണ്ടിയാണോ നേരത്തെ വന്നേ അയാളെ തന്നെ പോയി വഴുതിലിടന്നാൽ മതി. ഈ ചേച്ചിയുടെ കാര്യം
അല്ല രുദ്ര, നിങ്ങള് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ? നിങ്ങള് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ?